Hi children, have you watched the previous classes of our English? If you did not watch it, you can take the link from the description box below this video. Now we are going to a story, a snake in the grass. But before that, we need to read this. Let's read. We can check. What is that? Nature abounds with plants, trees, birds, insects, animals, etc. Isn't it? Or nature, beautiful nature. We have beautiful nature. That nature abounds. Abounds means നിറഞ്ഞിരിക്കുന്നു. ആവശ്യത്തിലധികം നമ്മളുടെ പ്രകൃതിയിലുണ്ട്. എന്തൊക്കെയാണ്? വിത്ത് പ്ലാന്റ്സ്, ട്രീസ്, ബേർഡ്സ്, ഇൻസെക്ട്സ്, ആനിമൽസ്. ആനിമൽസിനെയും ഇൻസെക്ട്സിനെയും ബേർഡ്സിനെയും ട്രീസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ കൊണ്ട് നമ്മളുടെ നേച്ചർ മനോഹരമായിരിക്കുന്നു, നിറഞ്ഞു നിൽക്കുകയാണ്. Aren't the animals and the birds also the inheritors of the earth like us? നമ്മളെപ്പോലെ തന്നെ ഈ ആനിമൽസിനും ബേർഡ്സിനും നമ്മളുടെ ഭൂമിയിൽ അവർക്കും നമ്മളെപ്പോലെ തന്നെ അവകാശമില്ലേ? Don't they have the right to live on this earth as we have? നമുക്കുള്ള അവകാശം പോലെ തന്നെ അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? Sure. If you find a snake in your garden or premises, what you will do? Can you say? One day you will saw a snake in your surroundings. What you will do? You will kill it and your parents will kill them? But that is not a good thing. I am telling animals, birds and all creatures have a right to live on our earth as we have. Do you understand? And here is an interesting story. We can check. And the story is written by R.K. Narayan. We can go to the story. A snake in the grass. Do you understand? Snake. A snake in the grass. It was a sunny afternoon. What's the time? Sunny afternoon. Afternoon. You got the time? Afternoon? Yes. It was a sunny afternoon. The inmates of the bungalow were at their siesta. ബംഗ്ലാവിലെ താമസിക്കുന്ന, that is inmates. അവർ ഉച്ചയുറക്കത്തിലാണ്. Siesta means ഉച്ചയുറക്കം. The inmates of the bungalow were at their siesta. At that time, a cyclist rang his bell at the gate frantically and shouted. ആ സമയം ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു സൈക്ലിസ്റ്റ് വന്നു. ഒരു സൈക്കിൾ സവാരി ചെയ്യുന്ന ഒരാൾ അതുവഴി വന്നു ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടി. അറ്റ് ദി ഗേറ്റ് ആൻഡ് ദാറ്റ് ടൈം ഹി റാങ് ഹിസ് ബെൽ ഫ്രാൻറ്റിക്കലി. അദ്ദേഹം വളരെ ഭയത്തോടുകൂടി ഭ്രാന്തചിത്തനായി ഫ്രാൻറ്റിക്കലി ബെൽ, സൈക്കിളിൻ്റെ ബെൽ മുഴക്കുന്നുണ്ട്. ആൻഡ് ഷൗട്ടഡ്, അങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. ആ വീട്ടുകാരോട് വിളിച്ചു പറയുകയാണ്, യെസ്, എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പൗണ്ട്. നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ഒരു വലിയ കോബ്ര കയറിയിട്ടുണ്ട്. ഇറ്റ് ക്രോസ്ഡ് മൈ വീൽ. എൻ്റെ സൈക്കിളിൻ്റെ വീലിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. He pointed to its track under the gate and resumed his journey. ആ കോബ്ര പോയ വഴി ആ സൈക്ലിസ്റ്റിങ്ങിനെ കാണിക്കുകയാണ്. ഗേറ്റിൻ്റെ അടിയിൽ കൂടിയാണ് കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആൻഡ് റെസ്യൂംഡ് ഹിസ് ജേർണി. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. ആൻഡ് ഹി കണ്ടിന്യൂഡ് ഹിസ് ജേർണി. അദ്ദേഹം അവിടെ നിന്ന് പോയി. ആൻഡ് ദെൻ ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 sons. ആ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ 4 sons. എ മദർ ആൻഡ് ഹെർ 4 sons. ദാറ്റ് വാസ് ദ ഫാമിലി. ദേ വെർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് ടു ഹിയർ ദ ന്യൂസ്. ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ, ഈ വാർത്ത സൈക്ലിസ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് വല്ലാതെ ഭയമായി, പ്രക്ഷുബ്ധരായി, അജിറ്റേറ്റഡ്, അവർ ഭയന്നു പോയി. സൂൺ ദേ അസംബിൾഡ് അറ്റ് ദ ഗേറ്റ്. പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ഗേറ്റിൻ്റെ മുന്നിൽ വന്നു. അസംബിൾ മീൻസ് എല്ലാവരും ഒത്തുകൂടി ഗേറ്റിൻ്റെ അവിടെ. ദെയർ ഓൾഡ് സെർവൻറ്റ്. ദേ ഹാവ് വൺ ഓൾഡ് സെർവൻറ്റ്. ദെയർ ഓൾഡ് സെർവൻറ്റ് ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. അവർക്കൊരു സെർവൻറ്റ് ഉണ്ടായിരുന്നു. സെർവൻറ്റ്, അവിടുത്തെ ജോലിക്കാരൻ. ഹിസ് നെയിം ഈസ് ദാസ. ദാസ എന്ത് ചെയ്യായിരുന്നു? വാട്ട് വാസ് ദാസ ഡൂയിങ്? ദാസ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഷെഡ്. ഷെഡിൽ ഉറങ്ങുകയായിരുന്നു. And that time they shook him out his sleep. ഉറക്കത്തിൽ നിന്ന് കുലുക്കി ഉണർത്തി. Because cobra was there. And told him about the arrival of the cobra.
ദാസയോട് പറഞ്ഞു. ആ കോബ്ര വന്നിട്ടുണ്ട്, ആ കാര്യങ്ങൾ ദാസയെ ധരിപ്പിച്ചു. ഹു വാസ് ദാസ? ദാസ വാസ് their servant. He was sleeping in the shed, and that time they shook him out his sleep and told him about the arrival of the cobra. കോബ്ര വന്ന കാര്യം ദാസയോട് അവർ പറഞ്ഞു. What will happen next? What did Dasa reply? There isn't any cobra here, he replied. ദാസ പറഞ്ഞു, there isn't any cobra here. ഇവിടെ കോബ്ര സ്നേക്സ് ഒന്നുമില്ല. And try to dismiss the matter. ദാസ ഇങ്ങനെ പറഞ്ഞ് ആ മാറ്ററിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കി. They swore at him. ദാസയെ കൊണ്ട് അവർ സത്യം ചെയ്യിച്ചു. And wanted him to be serious. അങ്ങനെ ഇതിനെ നിസ്സാരമായി കാണാൻ സാധിക്കത്തില്ല. We have sure cobra is there. ദാസയെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. The thing is somewhere here. ഇതിവിടെ എവിടെയോ ഉണ്ട്. If it is not found before the evening, we will dismiss you. എന്താണ് അവർ പറഞ്ഞത് ദാസയോട്? If it is not found before the evening, we will dismiss you. ഇന്ന് ഈവനിങ്ങിന് മുമ്പായിട്ട് അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ we will dismiss you. ജോലിയിൽ നിന്ന് പിരിച്ചുവിടും നിന്നെ ഞങ്ങൾ. You don't seem to care for the garden. നീ കുറച്ച് നാളായി ഗാർഡനിൽ ഒന്നും നന്നായിട്ട് നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. You don't seem to care for the garden. ഗാർഡൻ നന്നായി വൃത്തിയാക്കുന്നില്ല, സൂക്ഷിക്കുന്നില്ല. And this time some neighbors dropped in. ഈ സമയം ബഹളമൊക്കെ കേട്ടുകൊണ്ട് അയൽക്കാർ ഓടി വന്നു. They looked accusingly at Dasa. അവർ ദാസ എന്തോ കുറ്റം ചെയ്ത പോലെ, ദാസയാണ് തെറ്റുകാരൻ, accusingly കുറ്റവാളി എന്ന രൂപത്തിൽ ദാസയെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. You have the laziest servant on the earth, they said. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മടിയനായ സെർവൻ്റാണ് നീ, ദാസയോട് അവർ പറയുകയാണ്. They said to Dasa. You ought to keep the surroundings tidy. ഈ ചുറ്റുപാടെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഔട്ട് മീൻസ് ബാധ്യസ്ഥനാകുക. യു ഔട്ട് ടു കീപ് ദ സറൗണ്ടിങ്സ് ടൈഡി. ഈ ചുറ്റുപാട് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, നിൻ്റെ കടമയാണ്. I have been asking for a grass cutter for months, Dasa said. What did Dasa say? I have been asking for a grass cutter for months. കുറച്ച് മാസങ്ങളായി ഞാനൊരു ഗ്രാസ് കട്ടർ വേണമെന്ന് ഇവരോട് പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ഒരു പുല്ല് വെട്ടാൻ വേണ്ടി ഒരു ഗ്രാസ് കട്ടർ വേണമെന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. In one voice they said they ordered him to manage with the available things and learn to make demands. എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, നീ ഉള്ള സാധനം, ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് നീ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ്. കൂടുതൽ ഡിമാൻഡ്സ്, കൂടുതൽ കാര്യങ്ങളൊന്നും നീ പറയണ്ട, ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് നിനക്കത് ചെയ്യാമായിരുന്നു. What happened next? Meanwhile, more neighbors assembled. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ അയൽക്കാർ അവിടേക്ക് ഓടിയെത്തി. വലിയൊരു ക്രൗഡായി. There was a big crowd. They began discussing snake menace and the dangers of snake bite. അവരെല്ലാം ഇങ്ങനെ പരസ്പരം ചർച്ച ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. വാട്ട് ദേ ഡിസ്കസിങ്? ദ സ്നേക്ക് മെനസ്, സ്നേക്കിൻ്റെ ആ ശല്യത്തെക്കുറിച്ച്, പാമ്പിൻ്റെ ആ ശല്യത്തെക്കുറിച്ചും അതിൻ്റെ ഡേഞ്ചേഴ്സ്, അപകടങ്ങളെക്കുറിച്ചും, പാമ്പ് കടിച്ചാലുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ എല്ലാവരും പറയുകയാണ്. And that time they began helping the neighbor in every possible way. എല്ലാവരും കൂടി ആ പാമ്പിനെ കണ്ടെത്താൻ വേണ്ടി, കോബ്രയെ കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു. They tucked up their dhotis. എല്ലാവരും മുണ്ടൊക്കെ മടക്കി കുത്തി. Tucked up their dhotis. Seized every available knife and crowbar and began to hack the garden. കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളെല്ലാം എടുത്തു. നൈഫ്, അതുപോലെ തന്നെ ക്രോബാർ, ഇരുമ്പ് ദണ്ട്, ആൻഡ് ദെൻ ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ. ആ ഗാർഡൻ മുഴുവൻ വെട്ടി നിരത്താനെ കൊണ്ട് തുടങ്ങി. ക്രീപ്പേഴ്സ്, ബുഷസ്, ലോൺസ് വെയർ ലേഡ് ലോ. അങ്ങനെ ക്രീപ്പേഴ്സ് മീൻസ് വള്ളിച്ചെടികളും കുറ്റിക്കാടുകളും, ലോൺസ് മീൻസ് പുൽത്തകിടികൾ എല്ലാം വെട്ടി നിരത്തി. സോ ദേ നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ കോബ്ര because they need to find out the cobra. What are they doing? Yes, they cut the creepers, bushes and lawns were laid low. What could not be trimmed was cut to the root. പ്ലാന്റ്സിൻ്റെ എല്ലാം റൂട്ട് ഉൾപ്പെടെ വേര് ചേർത്ത് അവർ കട്ട് ചെയ്തു, ട്രിം ചെയ്തു.
ദ ഇന്നർ വാൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ്. ആ വീടിൻ്റെ ഇന്നർ വാൾസ് മീൻസ് ഭിത്തി, ഏറ്റവും താഴ്വശത്തെ ഭിത്തിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നു. അവിടെ വരെ പറ്റ തീർത്ത് ഈ പുല്ലുകളും കാടുകളും വെട്ടി തെളിച്ചു. വിത്ത് അൺഒബ്സ്ട്രക്റ്റഡ് ഗ്ലെയർ സ്ട്രീക്കിംഗ് ഇൻ. അവിടെ നിന്ന് നല്ല വെളിച്ചം, എന്ത് സാധനങ്ങൾ അവിടെ കിടന്നാലും കാണത്തക്ക രീതിയിൽ നല്ല ഒരു വെളിച്ചം എല്ലായിടത്തും. കാടുകൾ ചുറ്റും കാടുകളെല്ലാം ആയിരുന്നു, എല്ലാം വെട്ടിത്തെളിച്ച് ഇപ്പം നല്ല വെളിച്ചമായി, നല്ലൊരു ഗ്ലെയറായി. വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബി ഡൺ ദാസ ആസ്ക്ഡ് ട്രൈഫൻലി ബട്ട് ദേ കാൺ ഫൈൻഡ് ഔട്ട് കോബ്ര എനിവെയർ. പക്ഷെ അവിടെയെങ്ങും അവർക്ക് കോബ്രയെ കണ്ടെത്താൻ സാധിച്ചില്ല. ദാസ ആസ്ക്ഡ് ട്രൈഫൻലി. ദാസ വാസ് ഹാപ്പി ദാറ്റ് ടൈം. ദാസ ഒരു വിജയിച്ച്, ഞാൻ പറഞ്ഞതാണ് ശരി എന്ന മട്ടിൽ ഒരു വിജയീ ഭാവത്തോടെ ചോദിച്ചു, വേർ ഈസ് ദ സ്നേക്ക്? വേർ ഈസ് ദ സ്നേക്ക്? എവിടെ നിങ്ങളുടെ സ്നേക്ക്? എവിടെ? വേർ ഈസ് ദ കോബ്ര എന്ന് ദാസ ചോദിച്ചു. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? At that time, an old beggar cried for alms at the gate. ആ സമയമാണ് ഒരു വയസ്സായ ഒരു ബെഗർ, ഒരു ഭിക്ഷക്കാരൻ ഗേറ്റിൻ്റെ മുന്നിൽ കൂടി വന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ട് വന്നു. They told her that they were busy with the snake hunt. They told her, അവരോട് പറഞ്ഞു, we are very busy with snake hunt. ഞങ്ങളിവിടെ പാമ്പിനെ പിടിക്കാനുള്ള തിരക്കിലാണ്, പൊയ്ക്കോളൂ എന്ന് അവരോട് പറഞ്ഞു. On hearing it, ഇത് കേട്ടപ്പോൾ the old woman became happy. ആ ബെഗറിന്, that was old woman, she became happy. അവർക്ക് ഭയങ്കര സന്തോഷം. You are fortunate, she said. You are fortunate. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. It is God himself who has come to visit you. അത് ദൈവമാണ് നിങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. Don't kill the snake. ദയവായി അതിനെ കൊല്ലരുത്. ഡോണ്ട് കിൽ ദ സ്നേക്ക്. അതിനെ പാമ്പിനെ കൊല്ലരുത്. മദർ വാസ് ഇൻ ഹാർട്ടി എഗ്രിമെൻറ്റ്. ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ദയ തോന്നി. യു ആർ റൈറ്റ്, യു ആർ റൈറ്റ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ഫോർഗട്ട് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ഞാൻ അഭിഷേകത്തിൻ്റെ കാര്യം മറന്നുപോയി. അഭിഷേകം, ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അഭിഷേകം? നമ്മൾ അമ്പലത്തിലൊക്കെ പൂജയ്ക്ക് അഭിഷേകം അർപ്പിക്കുമല്ലോ, പറയുമല്ലോ അല്ലേ, നേർച്ചയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്ന് അമ്മ പറഞ്ഞിരുന്നു, അത് മറന്നുപോയി. പാലഭിഷേകം അങ്ങനെയുള്ളത്. ഐ ഫോർഗെറ്റ് ഓൾ അബൌട്ട് ദ പ്രോമിസ്ഡ് അഭിഷേകം. ദിസ് ഈസ് ദ റിമൈൻഡർ. ഇത് നിങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തി. ഷീ ഗേവ് എ കോയിൻ ടു ദ ബെഗർ. എങ്ങനെയാണെങ്കിലും ആ അമ്മ എന്ത് ചെയ്തു? ആ ബെഗറിന് ഒരു കോയിൻ കൊടുത്തു. Who promised to send a snake charmer as she went. അവർ പ്രോമിസ് ചെയ്തു, ഞാനൊരു സ്നേക്ക് ചാമറിനെ അയക്കാമെന്ന് പ്രോമിസ് ചെയ്തു. സ്നേക്ക് ചാമർ മീൻസ് പാമ്പ് പിടുത്തക്കാരൻ. സോ ഷീ പ്രോമിസ്ഡ് ടു സെൻഡ് എ സ്നേക്ക് ചാമർ ആസ് ഷീ വെൻറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? വി ക്യാൻ ചെക്ക്. പ്രസന്റ്ലി ആൻ ഓൾഡ് മാൻ അപ്പിയർഡ് അറ്റ് ദ ഗേറ്റ്. ആ സമയത്ത് തന്നെ ഒരു ഓൾഡ് മാൻ, ആ ഓൾഡ് വുമൺ ബെഗർ പോയതിന് ശേഷം ഉടൻ തന്നെ ഒരു ഓൾഡ് മാൻ അവിടെ ഗേറ്റിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് അനൗൺസ്ഡ് ഹിംസെൽഫ് ആസ് ദ സ്നേക്ക് ചാമർ. അദ്ദേഹം പറഞ്ഞു, യെസ് ഐ ആം ദ സ്നേക്ക് ചാമർ. ഞാനാണ് പാമ്പ് പിടുത്തക്കാരൻ. ദേ ഗ്യാതേർഡ് അറൗണ്ട് ഹിം. എല്ലാവരും ഇനി അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. സ്നേക്ക് ചാമർ വന്നു. സോ ദേ ഗ്യാതേർഡ് അറൗണ്ട് ഹിം. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി. He spoke to them of his life and activities as his power of over snakes. അദ്ദേഹം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചും, എങ്ങനെയാണ് പാമ്പ് പിടിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കഥകളുണ്ടാവുമല്ലോ, സ്നേക്ക് ചാമറിന്, പാമ്പ് പിടുത്തക്കാരനായിട്ട് ഒരുപാട് കഥകളുണ്ടാവും. അതൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പവറിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എല്ലാവരോടും കൂടി. ദേ ആസ്ക്ഡ് അഡ്മിറിംഗ്ലി. എല്ലാവരും അദ്ദേഹത്തെ ബഹുമാനത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൗ ഡു യു ക്യാച്ച് ദം? എങ്ങനെയാണ് പിടിക്കുന്നത് താങ്കൾ സ്നേക്കിനെ? ഹൗ ഡു യു ക്യാച്ച് ദം? ദസ് ഹി സെറ്റ്. അദ്ദേഹം കാണിച്ചുകൊണ്ട് പറഞ്ഞു, പൗൺസിങ് അപ്പോൺ ആൻ ഇമാജിനറി സ്നേക്ക് ഓൺ ദ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരു ഇമാജിനറി ഒരു സ്നേക്ക് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ അതിൻ്റെ മുകളിലേക്ക് ചാടി വീഴും.
pouncing upon the imaginary snake on the ground. They pointed at the direction in which the cobra had gone. കോബ്ര പോയ വഴി അവർ സ്നേക്ക് ചാമ്പറിനെ കാണിച്ചു കൊടുത്തു. ആൻഡ് ആസ്ക്ഡ് ഹിം ടു ഗോ എഹെഡ്. പൊക്കോളാൻ പറഞ്ഞു. ഈ വഴിയാണ്, മുന്നോട്ട് പൊക്കോളൂ, പിടിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഹി ലുക്ക്ഡ് ഹെൽപ്ലെസ്ലി ആൻഡ് സെഡ്. അദ്ദേഹം പെട്ടെന്ന് നിസ്സഹായനെ പോലെ അദ്ദേഹം കാണപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആൻഡ് ഹി സെഡ്, ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്. നിങ്ങൾ സ്നേക്കിനെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ പിടിക്കാം. അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു? അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സോ ഇഫ് യു ഷോ മീ ദ സ്നേക്ക് ഐ വിൽ ക്യാച്ച് ഇറ്റ് അറ്റ് വൺസ്. അതർവൈസ് വാട്ട് ക്യാൻ ഐ ഡു? ദ മൊമെൻറ്റ് യു സീ ഇറ്റ് അഗെയിൻ സെൻഡ് ഫോർ മീ. സോ നിങ്ങളതിനെ കാണുന്ന സമയം, കാണുമ്പോൾ എന്നെ അറിയിച്ചാൽ മതി. ഐ ലീവ് നിയർ ബൈ. ഞാൻ തൊട്ടടുത്താണ് താമസിക്കുന്നത്. ഓക്കെ, സോ if you see the snake and that time you can send for me. I live nearby. He gave his name and departed. ഇത്രയും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു കൊടുത്തതിന് ശേഷം, അറിയിച്ചാൽ മതി എന്ന് സ്നേക്ക് വരുമ്പോൾ, കാണുമ്പോൾ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു, അവിടെ നിന്ന് പോയി. What happened next? At 5 in the evening. What was the time? At 5 in the evening, 5 o'clock. They throw away their sticks and implements. എല്ലാവരും അവരുടെ കയ്യിലിരുന്ന സ്റ്റിക്സും മറ്റ് സാമഗ്രികളും ഒക്കെ അവിടേക്ക് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ അവിടേക്ക് ഇട്ടു. ആൻഡ് റിട്ടയർഡ് ടു വരാന്ത ടു റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരാന്തയിൽ പോയി ഇരുന്നു എല്ലാവരും. അപ്പോൾ എല്ലാവരും കുഴപ്പി. സോ എല്ലാവരും ഇങ്ങനെ കോബ്രയെ സെർച്ച് ചെയ്യുകയായിരുന്നു. എല്ലാവരും കുഴപ്പി, സാധന സാമഗ്രികളൊക്കെ അവിടെ ഇട്ടിട്ട് എല്ലാവരും വരാന്തയിൽ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, വിശ്രമിക്കാൻ തുടങ്ങി. They had turned up every stone in the garden and cut down every grass blade and shrub so that the tiniest insects coming to the garden should have no cover. അവരെല്ലാം കട്ട് ചെയ്തു. ഗാർഡനിലുള്ള എല്ലാ ചെടികളും പുല്ലുകളും ഷ്രബ്സും എല്ലാം ടൈനിയസ്റ്റ് എല്ലാം അവർ കട്ട് ചെയ്തു. ഇപ്പോൾ ഈ സമയം എന്തൊരു ചെറിയ ജീവി, ഒരു ടൈനിയസ്റ്റ് ഇൻസെക്ട്സ്, ഒരു ചെറിയ ജീവി പോലും അതുവഴി കടന്നു വന്നാൽ ഷുഡ് ഹാവ് നോ കവർ, ഒളിച്ചിരിക്കാൻ പറ്റാത്ത വിധം അവരെല്ലാം വെട്ടി നിരപ്പാക്കി, എല്ലാം തെളിച്ചു, നല്ല വെട്ടമായി എല്ലായിടത്തും. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? They were loudly discussing various measures they would take to protect themselves against the reptiles in the future. അവരിങ്ങനെ വരാന്തയിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഭാവിയിൽ ഇനിയും റെപ്റ്റൈൽസ്, ഇങ്ങനെ ഇഴജന്തുക്കൾ വന്നാൽ എങ്ങനെ നമ്മൾക്ക് അതിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടും, എങ്ങനെ നമുക്ക് സംരക്ഷണം നേടാം ഇതിൽ നിന്ന് എന്ന് ഭാവിയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ്. ആൻഡ് ദാറ്റ് ടൈം വെൻ ദാസ അപ്പിയർഡ് ബിഫോർ ദം. ആ സമയത്ത് അവരുടെ മുന്നിൽ ദാസ അവിടേക്ക് വന്നു. When Dasa appeared before them, carrying a water pot whose mouth was sealed with a slab of stone. ദാസയുടെ കയ്യിൽ എന്തുണ്ട്? Yes, he was carrying a water pot. Dasa have a water pot in his hand. And water potൻ്റെ വായ ഭാഗം അടച്ചു വെച്ചിരിക്കുകയാണ്. സീൽഡ് വിത്ത് എ സ്ലാബ് ഓഫ് സ്റ്റോൺ. ഒരു കല്ലിൻ്റെ സ്ലാബ് ഉപയോഗിച്ച്, ഒരു പരന്ന കല്ല് ഉപയോഗിച്ച് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ് ആ വാട്ടർ പോട്ട്. ദാസയുടെ കയ്യിലിരിക്കുകയാണത്. ഹി പുട്ട് ദ പോട്ട് ഡൗൺ. അത് താഴെ വെച്ചു. ദാസ പുട്ട് ഡൗൺ ദ പോട്ട് ആൻഡ് സെറ്റ്, ഐ ഹാവ് കോട്ട് ഹിം ഇൻ ദിസ്. ഞാൻ ദാ ഇതിൽ അവനെ പിടിച്ചു. മീൻസ് കോബ്രയെ പിടിച്ചു. ഐ ക്യാച്ച് ദ കോബ്ര in this. ഇതിലുണ്ട്. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അതിങ്ങനെ പുറത്തേക്ക് വരുന്നത് ഞാൻ കണ്ടിരുന്നു. ഐ സോ ഹിം പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ സോ ഹിം ബിഫോർ ഹീ കുഡ് സീ മീ. അവൻ എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ കണ്ടു. ഹിം മീൻസ് കോബ്ര. കോബ്ര എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ അവനെ കണ്ടു. ഹി എക്സ്പ്ലെയിൻഡ് at the length and strategy he had employed to catch and sealed up the snake in the pot. അതിനുശേഷം ദാസ ഇങ്ങനെ വിശദീകരിക്കുകയാണ് ദാസ ഉപയോഗിച്ച സ്ട്രാറ്റജി, എങ്ങനെയാണ് അതിനെ പിടിച്ചത്, എങ്ങനെയാണ് പോട്ട് സീൽ ചെയ്തത്, അടച്ചത് എന്നൊക്കെ ദാസ ഇങ്ങനെ അവരോട് പറയുകയാണ്. ഞാനിങ്ങനെ പിടിച്ചു, അങ്ങനെ വിജയ് ഭാവത്തോടെ ദാസ ഇങ്ങനെ പറയുകയാണ്. They stood at safe distance
എല്ലാവരും കുറച്ച് ദൂരെ ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറി നിന്നു. ബിക്കോസ് ദ പോട്ട് ഇൻസൈഡ് ദ പോട്ട് ദർ ഹാവ് കോബ്ര. ഗേസ്ഡ് ഓൺ ദ പോട്ട്. എല്ലാവരുടെയും നോട്ടം എവിടേക്കാണ്? ദാസ അവിടെ അടച്ചു വെച്ചിരിക്കുന്ന ആ വാട്ടർ പോട്ടിലേക്കാണ് എല്ലാവരുടെയും നോട്ടം. ദാസ ഹാഡ് ദ ഗ്ലോ ഓഫ് ചാമ്പ്യൻ ഓൺ ഹിസ് ഫേസ്. ഇപ്പോൾ ദാസയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്, വിജയിച്ച ഒരു ചാമ്പ്യനായ ഒരു സന്തോഷമാണ് ദാസയുടെ മുഖത്ത്. ഡോണ്ട് കോൾ മീ ആൻ ഐറ്റ്ലർ ഹിയർ ആഫ്റ്റർ ഹി സെഡ്. ഇനി എന്നെ നിങ്ങൾ മടിയൻ, ഐറ്റ്ലർ മീൻസ് മടിയൻ എന്ന് വിളിക്കരുത്. മദർ കോംപ്ലിമെൻറ്റഡ് ഹിം ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷി ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് സോർട്ട് ഓഫ് ദ റിലീജിയസ് ഡ്യൂട്ടി. അമ്മയും ഒരുപാട് അഭിനന്ദനം കൊടുത്തു ദാസയ്ക്ക് ഓൺ ഹിസ് ഷാർപ്നെസ് ആൻഡ് വിഷ്ഡ് ഷി ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. അഭിഷേകത്തിന് വേണ്ടി, റിലീജിയസ് ഡ്യൂട്ടി എന്ന മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി അമ്മ കുറച്ച് പാൽ അവിടെ മാറ്റി വെച്ചിരുന്നു. ഇൻ ദ പോട്ട് ഷി ഹാഡ് പ്ലേസ്ഡ് സം മിൽക്ക് ഇൻ ദ പോട്ട് ആസ് സോർട്ട് ഓഫ് റിലീജിയസ് ഡ്യൂട്ടി. He picked up the pot cautiously. ദാസ വേഗം ആ വാട്ടർ പോട്ട് വളരെ ശ്രദ്ധയോടെ കയ്യിലെടുത്തു. And walked off saying that he would leave the pot and its contents with the snake charmer living nearby. എന്നിട്ട് അവരോടെല്ലാം പറഞ്ഞു, ഞാനിത് നമ്മുടെ അടുത്തുള്ള സ്നേക് ചാമറിൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് അവരോടെല്ലാം പറഞ്ഞ് ദാസ അവിടെ നിന്നും പതുക്കെ പോയി. He became the hero of the day. അങ്ങനെ ആ ദിവസത്തെ ഹീറോ ആയിട്ട് ആര് മാറി? ദാസ became the hero of the day. They watched him in a great admiration and decided to reward him adequately. എല്ലാവരും വളരെ ആദരവോടെ ബഹുമാനത്തോടെ ദാസയെ ഇങ്ങനെ നോക്കി നിന്ന്, ദാസ ഇതെടുത്തുകൊണ്ട് പോകുന്നത് നോക്കി നിൽക്കുകയാണ്. ആൻഡ് ദേ ഡിസൈഡ് ടു റിവാർഡ് ഹിം ആഡിക്വേറ്റ്ലി. അവരിങ്ങനെ പറയുന്നുമുണ്ട്, അവരിങ്ങനെ തീരുമാനിച്ചിട്ടുമുണ്ട് നല്ലൊരു റിവാർഡ്, നല്ലൊരു പ്രതിഫലം ദാസയ്ക്ക്, കൃത്യമായൊരു പ്രതിഫലം ദാസയ്ക്ക് ഇതിന് നൽകണം, ഈ കോബ്രയെ പിടിച്ചതിന് ഒരു റിവാർഡ് നൽകണം എന്ന് അവർ ഇങ്ങനെ തീരുമാനിക്കുകയുമുണ്ടായി. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ആൻഡ് ഫൈനലി ഇറ്റ് വാസ് 5 minutes since Dasa had gone when the youngest son cried. ദാസ അങ്ങോട്ട് പോയിട്ട് 5 മിനിറ്റ് ആയതേ ഉള്ളൂ, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ദാറ്റ് ടൈം വെൻ ദ യങ്ങസ്റ്റ് സൺ ക്രൈഡ്. ആ വീട്ടിലെ ഇളയ മകൻ കരയാൻ തുടങ്ങി. യങ്ങസ്റ്റ് സൺ ക്രൈഡ്. എന്താണ് അവൻ പറയുന്നത്? See there, out of a hole in the compound wall, a cobra emerged. നോക്കൂ, ആ കോമ്പൗണ്ടിൻ്റെ വോളിൽ നിന്നും കോബ്ര പുറത്തേക്ക് വരുന്നു. See there, out of a hole in the compound wall, a cobra emerged. It glided along towards the gate. അതെങ്ങോട്ടാണ്? ഇഴഞ്ഞു നീങ്ങുകയാണ്. ഗ്ലൈഡഡ് മീൻസ് ഇഴഞ്ഞു നീങ്ങുകയാണ്. എങ്ങോട്ടാണ്? ടുവേർഡ്സ് ദ ഗേറ്റ്. ഗേറ്റിന് നേരെ ഇഴഞ്ഞു വരുന്നു. Paused for a moment to look at the gathering in the veranda with its hood half raised. അങ്ങനെ പോകുന്ന സമയത്ത്, അതിങ്ങനെ എഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ആൾക്കൂട്ടം വരാന്തയിൽ ഇരിക്കുന്നത് കണ്ടു. ആ സമയത്ത് ആ കോബ്ര എന്ത് ചെയ്തു? തൻ്റെ ഹുഡ് മീൻസ് പത്തി, അതിങ്ങനെ പകുതി ഉയർത്തി ഒന്ന് നോക്കി. ഈ ക്രൗഡിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പത്തി ഉയർത്തി നോക്കി. ആൻഡ് ഇറ്റ് ക്രോൾഡ് അണ്ടർ ദ ഗേറ്റ്. ആ ഗേറ്റിൻ്റെ അടിയിലൂടെ അത് പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങി. ആൻഡ് ഡിസപ്പിയർഡ് അലോങ് ദ ഡ്രെയിൻ. ആ അഴുക്കിച്ചാൽ, ഡ്രെയിൻ മീൻസ് ഓടയുണ്ടല്ലോ, ആ ഓടയിലേക്ക് ഇറങ്ങിയത് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷനായി. ഓടയിലേക്ക് ഇറങ്ങിയത് പോയി. വെൻ ദേ റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളരെ ഷോക്ക് അടിച്ചു പോലെ നിൽക്കുകയാണ്. കാരണം ബിക്കോസ് എല്ലാവരും ചിന്ത എന്തായിരുന്നു? ഇനി അവിടെ സ്നേക്ക് ഇല്ല, കോബ്ര ആരി പിടിച്ചുകൊണ്ട് പോയി, ദാസ പിടിച്ചുകൊണ്ട് പോയി. ദാസ ഇങ്ങനെ വിജയലാളിതനായിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും വളരെ ശാന്തരായിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഇത് കൂടി കണ്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഷോക്കായി. പെട്ടെന്ന് കോബ്രയെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഷോക്കായി. ആൻഡ് ഡസ് ഇറ്റ് മീൻ ദെയർ 2 snakes ഹിയർ? അപ്പോൾ അവർ പരസ്പരം പറയുകയാണ്, അപ്പോൾ സോ ഇവിടെ 2 സ്നേക്സ് ഉണ്ടായിരുന്നോ? ഒരെണ്ണം ദാസ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അതിനർത്ഥം ഡസ് ഇറ്റ് മീൻ ദെയർ ആർ 2 snakes there? അതിൻ്റെ അർത്ഥം ഇവിടെ 2 സ്നേക്സ് ഉണ്ടായിരുന്നെന്നല്ലേ? ആൻഡ് ദാറ്റ് ടൈം ദ കോളേജ് ബോയ് മർമഡ്. അവിടെ മൂത്തക്കുട്ടി, ദാറ്റ് മീൻസ് കോളേജ് ബോയ് ഇങ്ങനെ മർമർ മീൻസ് മന്ത്രിക്ക്. അവനിങ്ങനെ പതുക്കെ പറഞ്ഞു, ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് and knocked the water pot from Dasa's hand.
എനിക്ക് തോന്നുന്നു ഞാനൊരു ഒന്ന് റിസ്ക് എടുത്തല്ല, ഞാനൊന്ന് ശ്രമിച്ചാലോ. എന്തിന്? ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. ദാസയുടെ കയ്യിലിരിക്കുന്ന വാട്ടർ പോട്ടിന് ഒരു മുട്ട് കൊടുത്താലോ, അതൊന്ന് പൊട്ടിച്ചാലോ, അതിനൊരു തട്ട് കൊടുത്താലോ. ഐ വിഷ് ഐ ഹാഡ് ടേക്കൺ ദ റിസ്ക് ആൻഡ് നോക്ക് ദ വാട്ടർ പോട്ട് ഫ്രം ദാസാസ് ഹാൻഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആൻഡ് ദാറ്റ് ടൈം വി മൈറ്റ് ഹാവ് നോൺ വാട്ട് ഇറ്റ് കണ്ടെയ്ൻ. അപ്പോൾ നമുക്കറിയാം ആ ദാസ കൊണ്ടുപോയ വാട്ടർ പോട്ടിൽ എന്താണ് ശരിക്കുമെന്ന്. അത് ദാസ കാണിച്ചില്ലായിരുന്നു ആര്, അല്ലേ? അപ്പം ആ വാട്ടർ പോട്ടിൽ എന്താണ് എന്ന് അപ്പോൾ അറിയാൻ പറ്റും. ദാസയുടെ വാട്ടർ പോട്ടിനൊന്ന് മുട്ട് കൊടുത്താലോ, ഒരു തട്ട് കൊടുത്താലോ, അതൊന്ന് പൊട്ടിച്ചാൽ അറിയാൻ പറ്റുമല്ലോ എന്ന് കോളേജ് ബോയ് ഇങ്ങനെ പറയുന്നുമുണ്ട്. സോ വാട്ട് വി ക്യാൻ സേ, ഐ തിങ്ക് ദാസ വാസ് വെരി ക്ലവർ. ദാസയാണ് ഇവിടെ കളിച്ചിരിക്കുന്നത്. കാരണം ആ വീട്ടുകാർ പറഞ്ഞിരുന്നു, ഇന്ന് ഈവനിങ്ങിന് മുമ്പ് ഈ സ്നേക്കിനെ പിടിച്ചില്ലെങ്കിൽ നിന്നെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും, വി വിൽ ഡിസ്മിസ് യു എന്ന് പറഞ്ഞിരുന്നു, പിരിച്ചുവിടുമെന്ന് പറഞ്ഞിരുന്നത്. സോ ജോലി നഷ്ടപ്പെടും എന്ന മാനസികാവസ്ഥ ദാസയ്ക്ക്, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം, പാമ്പിനെ പിടിച്ചു കൊടുക്കുക, എന്തെങ്കിലും ചെയ്യണം, കാട്ടിക്കൂട്ടണം എന്ന് ദാസയ്ക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ദാസ പ്രയോഗിച്ച ബുദ്ധിയായിരിക്കും ഒരു പക്ഷേ. ഐ തിങ്ക് inside the pot of Dasa's hand there have no snakes, no cobra. I think maybe നമുക്ക് അങ്ങനെ ചിന്തിക്കാം, അല്ലേ? ദാസയുടെ പോട്ടിനകത്ത് എന്തുണ്ടാവില്ല? കോബ്ര ഉണ്ടാവില്ല. ദാസ പിടിച്ചില്ല. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദാസ കാണിച്ച ഒരു അതിബുദ്ധിയായിരിക്കാം ഇത്. Do you understand the story? It was very interesting story, and once again I will tell you, all the creatures have right as we have same right. All the creatures have the same right to live on this earth. എല്ലാ ജീവജാലങ്ങൾക്കും നമ്മളെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. That is the message giving this story, from this story. So did you understand the beautiful story? So we can conclude the today's class, and the next class we can take the review questions. So many 9 review questions have, and other so many activities have from this story, and I will give you one work from this story. You need to find out the answers of these 9 review questions. Okay, ഈ 9 റിവ്യൂ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ സ്റ്റോറി പഠിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടെത്തി നിങ്ങളൊന്ന് ജസ്റ്റ് റഫ് ബുക്കിൽ എഴുതിയാൽ മതി, നോട്ട്ബുക്കിൽ എഴുതണ്ട. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കംപ്ലീറ്റ് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ആൻസറും എഴുതിയത് കറക്റ്റ് ആണോ എന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ബിക്കോസ് നിങ്ങൾ സ്വയം കണ്ടെത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസേഴ്സ്, ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് സ്വയം കണ്ടെത്താനുള്ള എബിലിറ്റി നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ഓൾ ഓഫ് യു പ്ലീസ് ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ് ഓഫ് ദീസ് 9 questions and write in your rough book. Okay, so you need to read this story minimum 20 times, and you need to find out the difficult words and its meanings, and the words you need to write in your word book and submit to your teachers. എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്നതാണ്, സ്റ്റോറി പഠിച്ചതിന് ശേഷം അതിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രയാസമുള്ള വേർഡുകൾ നിങ്ങൾ വേർഡ് ബുക്കിൽ എഴുതി അതിൻ്റെ മീനിങ് ഡിക്ഷണറി നോക്കി കണ്ടെത്തി നിങ്ങളുടെ വേർഡ് ബുക്കിൽ എഴുതി ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. മാത്രമല്ല യു നീഡ് ടു ലേൺ ദ വേർഡ്സ്. ഓരോ സ്റ്റോറി കഴിയുമ്പോഴും ഓരോ ഭാഗം കഴിയുമ്പോഴും നിങ്ങൾക്ക് പുതിയ വേർഡ്സുകൾ കിട്ടി. അങ്ങനെ നിങ്ങളുടെ മെമ്മറി, ഇംഗ്ലീഷ് ഡിക്ഷണറി, നിങ്ങളുടെ മെമ്മറിയിലുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറി നിങ്ങൾ കൂട്ടണം, ഡിക്ഷണറിയിലെ വേർഡ്സുകളുടെ എണ്ണം കൂട്ടണം. അങ്ങനെ യു നീഡ് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, you need to learn the story properly and share with your friends. We can meet the next class. Thank you. Take care. Bye bye.